ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ടർബോയുടെ ബഡ്ജറ്റ് 70 കോടി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് രേഖപ്പെടുത്താം. സിനിമയുടെ ബഡ്ജറ്റ് 70 കോടിക്ക് മുകളിലുള്ള സംഭവം ഉണ്ടായിരുന്നോ എന്നുള്ളത്, അല്ലെങ്കിൽ 70 കോടി ഉണ്ടോ എന്നുള്ളത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്ന ഒരു കാര്യം 70 കോടിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു ചോദ്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇത് നമ്മൾ ഫാൻസിനെയോ അല്ലെങ്കിൽ വേറെ ആരുമല്ല, ഇത് സിനിമയിലുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുന്ന ആളുകൾ. പലപ്പോഴും ഇതിൻ്റെ കോസ്റ്റ് ആരാധകർ മാത്രം പറഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ പറയുന്നതാണ് എന്നുള്ളതാണ്, അല്ലാതെ വേറെ ആരും പറയാറില്ല. അപ്പം ചില സിനിമകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ അതിൻ്റെ അണിയറയിലുള്ള ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രൊഡ്യൂസർ പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ തന്നെയാണ്, അതിനുള്ള വകുപ്പുണ്ടോ ഈ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് എന്ന് മാത്രമല്ല, മമ്മൂട്ടിയെയും ഉഡായിപ്പിലേക്ക് ചേർക്കുകയാണോ എന്നുള്ളൊരു ചോദ്യവും കൂടിയാണ്. അതായത് മമ്മൂട്ടി സിനിമ മാത്രമല്ല, ഇവിടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു 15-20 കോടിക്ക് മുകളിലുള്ള സംഭവമുണ്ടോ എന്നുള്ളതാണ്. അതായത് കുറച്ച് പിന്നാട്ട് പോകാം. ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ടായിരിക്കാം വരാൻ പോകുന്നത്, കാരണം കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകാം, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻസ് ഒന്ന് ഇടുക. അപ്പം ആദ്യം തോന്നുന്ന കാര്യം വേറൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ഒരു 4-5 വർഷം മുമ്പ് വന്നതാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മലയാളത്തിലെ ആദ്യം 100 കോടി സിനിമ എന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന സിനിമ എന്നുള്ള പേരിലാണ് വന്നത്. സിനിമ വമ്പൻ പരാജയമായി കഴിഞ്ഞപ്പോൾ അത് 60-70 കോടിയിലായിരുന്നു. പിന്നെ അത് 40 കോടിയിലേക്കൊക്കെ വരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അവിടെ സിനിമയുടെ പരാജയമോ ആ തള്ളോ ഒന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ആ ഒരു സിനിമയെ പ്രൊമോഷൻ കൊടുത്തിരുന്ന അണിയറ പ്രവർത്തകർ തന്നെയാണ്. മലയാളത്തിൻ്റെ ആദ്യം 100 കോടി സിനിമ വരുന്നു എന്നൊക്കെ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കേട്ട കാര്യങ്ങളാണ് പല മാധ്യമങ്ങളിലൂടെയും. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു 10 കോടിക്ക് പോലും ഉള്ള, അതായത് മോഹൻലാലും അത്ര വലിയ താരനിരകളൊക്കെ ഉണ്ടായിട്ട് അവരുടെ റിന്യൂമറേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ആ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ 10 കോടിക്ക് മുകളിലുള്ള സംഭവമൊന്നും ഇല്ല ആ പടത്തിൽ. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. കാരണം ഇത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, സമീപകാലത്ത് ഇറങ്ങിയ ഹനുമാൻ എന്ന ചിത്രം കാണുക. ആ ഒരു സിനിമയ്ക്ക് 20 കോടിയോളമാണ് അവർ ബഡ്ജറ്റ് ഇട്ടിരുന്നത്. അത് വലിയ വിജയമാവുകയും ആ സിനിമയുടെ ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, മലയാളത്തിൽ ഇതുവരെ വന്ന ഒരു സിനിമയ്ക്ക് ഒരു 5 കോടിക്ക് മുകളിൽ, അതിനിപ്പോൾ താരങ്ങളുടെ റേറ്റ് മാത്രമേ നമുക്ക് അതിനകത്ത് കൂടാനുള്ളൂ. അത് നമുക്കറിയാം, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള റേറ്റുകൾ വെച്ച് വരുമ്പോൾ 10 കോടിക്ക് താഴെയായിരുന്നു ഇവരുടെയൊക്കെ റേറ്റ്. അപ്പം എങ്ങനെ വന്നാലും ഒരു മലയാള സിനിമ 20 കോടിക്ക് മുകളിലുള്ള എങ്ങനെ പോയാലും ഇല്ല എന്നുള്ള, അതിനുള്ള വിഷ്വലൈസേഷനോ വിഷ്വൽ ഗ്രാഫിക്സുകളോ ഒന്നും തന്നെ ഇല്ലാത്ത മലയാള സിനിമ ഇപ്പോൾ തള്ളല്ലേ വരുന്നത് എന്നുള്ളതാണ്. ഇനി കുറച്ച് അടുത്തുള്ള കാര്യങ്ങളിലേക്ക് വരാം. കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി സിനിമ അത് കാണുമ്പോൾ വലിയ വിജയമായ സിനിമയാണ്. അത് കാണുമ്പോൾ ഈ 35 കോടി എന്ന് പറഞ്ഞ എമൗണ്ട് അതിനകത്തിലുണ്ടോ? അതായത് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു OTTക്ക് വേണ്ടി, OTT റിലീസ് ചെയ്യാൻ പോകുമ്പോൾ OTTയിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി അവർ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് അടിക്കുന്നതല്ലേ എന്നുള്ളതെല്ലാം ആണ് എൻ്റെ ഒരു ചോദ്യം. അതായത് സിനിമ കണ്ടിറങ്ങുന്നത് നമുക്കറിയാം, അവരിപ്പോൾ ഓൾ ഇന്ത്യയിലല്ല ഓൾ വേൾഡ് ഓടിയാലും 10 കോടിക്ക് മുകളിലുള്ള സാധനമില്ല ആ പടം. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ചില പടം നല്ലതാണ്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നു അവിടെ ഇന്ത്യ മുഴുവൻ കറങ്ങും. ഇന്ത്യ മുഴുവൻ ഒരു യൂണിറ്റ് കറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ 35 കോടി വേണോ എന്നുള്ളതാണ്. 1-2 കോടി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്ക് മനസ്സിലായത്. പടം ഇറങ്ങുന്നതിന് മുമ്പ് ആരും അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിരുന്നില്ല. 10 കോടി 12 കോടിയൊക്കെ മാക്സിമം പറഞ്ഞത്. പടം വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് OTTക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ഇതെന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇനിയും സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ വന്ന 2 സിനിമകളെ കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് നിവിൻ പോളിയുടെ സിനിമ പറഞ്ഞിരുന്നത് 34.5 കോടിക്ക് മുകളിലാണ് അതിൻ്റെ ബഡ്ജറ്റ്. അതേപോലെ തന്നെ ടോവിനോയുടെ സിനിമ വന്നു 40 കോടിക്ക് മുകളിലാണ് നടികർ തിലകത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള. ഈ സിനിമയൊക്കെ കണ്ടിറങ്ങുന്ന നമുക്ക് തോന്നും, നമുക്ക് വട്ടായതാണോ ഇവരുടെ ഈ കോസ്റ്റ് പറച്ചിൽ കേൾക്കുമ്പോൾ എന്നുള്ളത്. വേറൊന്നുമല്ല, ഈ സിനിമയ്ക്ക് അതിനുള്ള ഒരു മെറ്റീരിയൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ ടോവിനോ 30 കോടി മേടിച്ചിട്ട് ആ 4 കോടിക്ക് പടം തീർത്തായിരിക്കണം. നടികറിന് അതിലും അങ്ങനെ തന്നെ 10-35 കോടി ടോവിനോ മേടിച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ആളുകൾ മേടിച്ചിട്ട് പടം ചെയ്ത അതിനുള്ള ക്വാളിറ്റി ആ സിനിമയ്ക്കേ ഉള്ളൂ. അല്ലെങ്കിൽ മലയാള സിനിമയെ നമ്മൾ അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും നമുക്ക് കാണാൻ ഉള്ള വകുപ്പ് അത്രയും ഉള്ളൂ. അത് നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കുക. അതിപ്പം ഫാൻഷിപ്പ് എല്ലാം കളഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ല. കാരണം പലപ്പോഴും ഇപ്പോൾ ഒരു മമ്മൂട്ടി സിനിമയും മോഹൻലാൽ സിനിമയാണ് ബഡ്ജറ്റ് വെച്ച് നമ്മളെപ്പോഴും ആളുകൾ കമ്പയർ ചെയ്യുന്നത്. ഈ ബഡ്ജറ്റ് വന്നിട്ട് അത് കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രമേയുഗം പോലെയുള്ള ഒരു സിനിമ നമുക്ക് 25 കോടി ആയെന്ന് പറയുമ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമുക്ക് അതിനകത്ത് കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അത് കറക്റ്റ് ആയിരുന്നു. കാരണം അത് ഇതിൻ്റെ പ്രൊഡ്യൂസർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്, നമ്മളിവിടെ 15 കോടി എന്നൊക്കെ ആളുകൾ പറഞ്ഞു വന്നപ്പോൾ അത് 15 അല്ല 25 കോടി ആയിരുന്നു എന്നുള്ളത്. അതും 2 കോടി എക്സ്ട്രാ പിന്നെയും ആയി എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്.
അതൊരു വിശ്വസനീയമാണ്. അതിനൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന സിനിമയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മരയ്ക്കാറ് 100 കോടിയാണെങ്കിൽ ഇതൊരു 250 കോടിയെങ്കിലും എടുത്താലേ ബ്രഹ്മയുഗം പോലെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി വൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മൾ ചർച്ചയിലേക്ക് എടുക്കുന്ന മമ്മൂട്ടിയുടെ ടർബോയാണ്. ഈ ടർബോ 70 കോടി എന്ന് ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉള്ളതാണോ? അത് നമുക്ക് സിനിമ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ മമ്മൂട്ടി സിനിമയിൽ ഈ ഒരു സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ അന്യഭാഷകളിൽ നിന്നുള്ളതുണ്ട്. എങ്ങനെ കൂട്ടിയാലും ഈ സിനിമ 25 കോടിക്ക് മുകളിലുള്ള സാധനങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എത്ര വലിയ ക്വാളിറ്റിയിൽ ഇറക്കി കഴിഞ്ഞാലും, കാരണം മലയാള സിനിമയാണ്. ഹനുമാൻ പോലെയുള്ള ഒരു സിനിമ മാത്രം വെച്ചിട്ടാണ് ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഒരുപാട് സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ താഴേക്ക് വരും. എന്തിന് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന സിനിമ 8 കോടിയിൽ തീർത്തതാണെങ്കിൽ ഇന്ന് മലയാളത്തിൽ കാണുന്ന സിനിമകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റുകളെല്ലാം തന്നെ തള്ള് എന്ന് തന്നെ പറയേണ്ടി വരും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ഇതെല്ലാം OTTക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ടർബോ OTTയിലേക്ക് പോയിരിക്കുന്നത് വമ്പൻ തുകയ്ക്കാണ്. ഇനി ആവേശം എന്ന സിനിമ പറഞ്ഞിരിക്കുന്നു 35 കോടിയോളമാണ് അതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിരുന്നു. അത് OTTക്ക് വിറ്റ് പോയിരിക്കുന്നത് 35 കോടിക്കാണ്. അത് കൂടി വന്ന ഒരു 15 കോടി അല്ലെങ്കിൽ 15 കോടിയാണ് മാക്സിമം അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവർ ഓൾറെഡി ആ സിനിമ ഇറങ്ങുന്നതിന് തന്നെ മുമ്പ് തന്നെ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് ആരാധകരിലൂടെ ഈ കാര്യങ്ങൾ ഇറക്കി, സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഇറക്കി, അവർ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ കാണിച്ച് സിനിമ വിജയിപ്പിക്കുന്നു. അതായത് തിയേറ്ററിൽ വിജയമായില്ലെങ്കിലും സിനിമ അവർക്ക് കൈപൊള്ളാതെ കാശ് മേടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ടർബോയ്ക്കും ഇവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആവേശത്തിനും സംഭവിക്കുന്ന എല്ലാ സിനിമയ്ക്കും. സാധാരണ മമ്മൂട്ടി സിനിമകൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ഒരിക്കലും നമ്മൾ ഇങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് തള്ളുകൾ കേട്ടിട്ടില്ല. ഈ ഒരു സിനിമയിലാണ്, അല്ലെങ്കിൽ ഈ കുറച്ച് 1-2 സിനിമകളിലാണ് വരുന്നത്. അത് മമ്മൂട്ടി അല്ല പറയുന്നത്, ആരാധകരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധകരെന്നല്ല, സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ ആരാധകർ നമ്മളൊക്കെ എല്ലാവരും ഏറ്റുപിടിക്കുന്നു. അത് മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പലപ്പോഴും ഫാൻ ബേസിൽ പറയുന്നു അതിൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്തില്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവർ, അല്ലെങ്കിൽ OTTക്ക് വേണ്ടിയിട്ട് എമൗണ്ട് കൂട്ടി പറയുകയല്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ടർബോ എന്ന സിനിമയുടെയും OTT റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആവേശത്തിൻ്റെയൊക്കെ മുകളിലാണ്. അതായത് ഏകദേശം ഒരു 45 കോടി എന്നാണ് ഇപ്പോൾ പുറത്തറിയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ അത്രയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കാം. അങ്ങനെ നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 25 അല്ലെങ്കിൽ 40-50 കോടി വന്നു കഴിഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എമൗണ്ട് അതിനു മുമ്പ് അവരുടെ കയ്യിലേക്ക് കിട്ടാണ്. അതായത് ഒരു സിനിമ പിടിച്ചിട്ട് മുഴുവൻ എമൗണ്ടും കിട്ടുന്നു. പിന്നെ തിയേറ്ററുകളിലും ബാക്കി ഈ പറഞ്ഞ പോലെ TV റൈറ്റ്സും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വമ്പൻ ലാഭം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി സിനിമകൾക്ക് നമുക്കൊരു ജെനുവിനിറ്റി എപ്പോഴും ഉണ്ട്. വേറൊന്നുമല്ല, ഒരു പക്ഷേ കണ്ണൂർ സ്കോഡ് വേണമെങ്കിൽ 100 കോടി മമ്മൂട്ടിക്ക് സിമ്പിളായിട്ട് പറയാമെന്നായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല. കാരണം ഇവിടെ കാണുന്ന മുഴുവൻ ട്രാക്കേഴ്സ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു സിനിമ 100 കോടിക്ക് അടുത്തെത്തി. അതായത് 75 കോടി മമ്മൂട്ടി പുറത്തു വിടുമ്പോൾ ഇവിടുത്തെ പ്രമുഖരായ ട്രാക്കേഴ്സ് പോലും പറഞ്ഞിരുന്നത് 85 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ എത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഒരു ജെനുവിനിറ്റിയാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുമ്പോൾ മാറുന്നത്. ബിസിനസ് എന്നുള്ള കാര്യത്തിലേക്ക് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ബിസിനസ്സിൽ ധർമ്മം പാടില്ല, ധർമ്മത്തിൽ ബിസിനസ് പാടില്ല എന്ന് പറയുന്ന പോലെ ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ കോസ്റ്റ് കൂട്ടുന്നത്. അല്ലാതെ ഇന്ന് വരെ ഇറങ്ങിയ ഓരോ മലയാള സിനിമ കണ്ടിട്ടും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ 10-200 കോടിക്ക് പിടിച്ച സിനിമയാണെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷ്യം. അപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു, മമ്മൂട്ടി ഫാൻസിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു, മോഹൻലാൽ ഫാൻസിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ താരങ്ങളുടെ ഈ പറയുന്ന വമ്പൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന സിനിമകൾക്ക് അത്രയും ഉള്ളതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എത്ര വലിയ വിജയമോ എത്ര പരാജയമായിക്കോട്ടെ, പറയുന്ന ഈ പറഞ്ഞ 50-100 കോടി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഉണ്ടോ? സ്വാഭാവികമായി ചിന്തിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താണ് ഗ്രേറ്റ് മീഡിയാസ്.